നമുക്കൊരു കേക്കാണ് കുറിച്ചാലോ? മധുരം കവിളിൽ നുകരും ചുണ്ടമതാലെ പിറന്നാളിൻ കേക്ക് മുറിച്ച് കനിമധുരം വിടരുന്നേ. മാന്യമായ രീതിയിൽ മൂപ്പര PM പോയിട്ട് ഞാൻ പറഞ്ഞു, പൊന്നാര മൊയിലേറെ ഇത് ഒഴിവാക്കണം. മൂപ്പര ടീച്ചിന് വേണ്ടി തോന്നിവാസം ചെയ്യാം. എന്റെ പൊന്നാര മൊയിലേറെ, നിങ്ങൾ ധരിച്ച ആ ഡ്രസ്സിനോട് ഒരു മിനിമം കൂറ് നിങ്ങൾക്ക് പുലർത്തിക്കൂടെ? അല്ല എങ്കിൽ അത് ഊരി മാറ്റിക്കളി. എന്നിട്ട് നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്തോളി. എന്ത് കടുകട്ടിയാണ് നിങ്ങൾക്ക്. നിങ്ങളൊക്കെ ആ ധൈര്യം നമ്മൾ സമ്മതിച്ചു. കാരണം ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ ഹറാമാണെന്ന് പറഞ്ഞ സംഗതികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉമ്മത്തികളെല്ലാം ഈ ദീനിനെ ഇഷ്ടപ്പെടാതെ പിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം. സമ്പത്തിന്റെ അതിപ്രസരത്തിൽ നമ്മൾ ഒളിച്ചോടുമ്പോ, അതിന്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോ ഈമാനും ഇസ്ലാമും എന്തെന്ന് പോലും മനസ്സിലാക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഉമ്മത്ത് ദുനിയാവിന്റെ സഹറത്ത് ദുനിയാവിന്റെ അലങ്കാരത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ പരീക്ഷണം. ഏറ്റവും വലിയ പരീക്ഷണം. അടുത്ത സമയത്ത് കാസർഗോഡ് ഒരു ഗാനമേളയിൽ 15 പേരോളം തിക്കലും തിരക്കലും പെട്ട് ഗുരുതരമായ അവസ്ഥയിൽ പെട്ടുപോയെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ? ഭൂരിപക്ഷം മുസ്ലിമീങ്ങളല്ലേ? ഈ പാട്ടിന്റെ മേഖലകളിൽ, ഈ ഗായകന്മാരുടെയും ഗാനമേളകളുടെയും മേഖലകളിലെല്ലാം മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം ഭാര്യമാരും. അതാണ് സഹിക്കാൻ കഴിയാത്തത്. ഭാര്യയും ഭർത്താവും മക്കളെയും നിർത്തിയിട്ട് പാട്ട് പാടുന്നു. അത് കോവിലുകളിലുമാകാം, ചർച്ചുകളിലുമാകാം, പൊതുവേദികളിലുമാകാം. ഷിർക്കിന്റെ പാട്ടാകാം, നസ്രാനിയത്തിന്റെ പാട്ടാകാം, യഹൂദന്റെ പാട്ടാകാം. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നാവ് കൊണ്ട് പോലും ഷിർക്ക് നിന്റെ ജീവിതത്തിൽ വന്നു പോകരുതെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പം ആ ഷിർക്കല്ല എനിക്ക് പ്രശ്നം. എനിക്കെൻ്റെ പ്രസ്റ്റീജാണ്, എനിക്കെൻ്റെ ഇസ്സത്ത്, അഭിമാനമാണ്, എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും പേരും പ്രശസ്തിയുമാണ് എനിക്ക് വലുത്. അതിനൊരു ഷിർക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരിമാരെയും മുസ്ലിം പെൺമക്കളെയും പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും വീട്ടിൽ ജോലിയെടുക്കേണ്ട ഭാര്യമാരെയും പൊതുനിരത്തിൽ കൊണ്ടുവന്ന് ക്ഷേത്രങ്ങളിലും നസ്രാണികളുടെ കേന്ദ്രങ്ങളിലും മറ്റു പൊതു മേഖലകളിലും പരസ്യമായി ആടിപ്പാടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, സുഹൃത്തെ, അത് ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. ഈമാന്റെ പരീക്ഷണം. പരീക്ഷണം 4. 1 ഫിത്നത്തുൽ ഈമാൻ, 2 ഫിത്നത്തുൽ മാൽ, 3 ഫിത്നത്തുൽ ഇൽമ്, 4 ഫിത്നത്തുൽ മുൽക്ക്. ഈ 4 പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറയുന്നതാണ്. ഈ 4 പരീക്ഷണത്തിൽ പെട്ടുപോകാൻ പാടില്ല. 4 പരീക്ഷണങ്ങളിൽ നമ്മൾ 1 ഫിത്നത്തുൽ ഈമാൻ, ഏറ്റവും വലിയ പരീക്ഷണമാണ്. എനിക്ക് ശേഷം വരാൻ പോകുന്നത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഫിത്ന ഉണ്ടാവില്ല. ഈമാന്റെ പരീക്ഷണം അവിടെ വരുന്നില്ല. ഈമാൻ സ്വഹാബാക്കൾക്ക് പുതുക്കിക്കൊണ്ടിരിക്കലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഡ്യൂട്ടി, ജോലി. ഇപ്പൊ നമുക്ക് ഉപദേശിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഉപദേശങ്ങൾക്ക് പുല്ലുവില. ഉപദേശങ്ങളൊന്നും വെറുതെ സമയം കളഞ്ഞ് ആ ടൈം വേസ്റ്റ് ആക്കുന്നതല്ലാതെ അത് കൽബിന്റെ ഉള്ളിലേക്ക് കയറാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദീനിന്റെ സദസ്സുകളും വാലിന്റെ സദസ്സുകളും ഇൽമിന്റെ മജ്ലിസുകളും തഅലീമിന്റെ സദസ്സുകളെല്ലാം ശുഷ്കിച്ചു പോയി. അതൊന്നും കേൾക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം. പാട്ടിനോടും മേളകളോടും കുംഭമേളകളോടും ഒക്കെ ആളുകൾക്ക് വലിയ ആവേശം, ആനന്ദം. ഇതിലെല്ലാം 50% ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ്. പറയൂ, ശരിയല്ലേ? യൂട്യൂബ് എടുത്ത് നോക്കി നിങ്ങൾ. പാട്ടുകളുടെ മേളകൾ കൊണ്ട് കയ്യടി വാങ്ങുന്നതെല്ലാം മുസ്ലിം ഉമ്മത്താണ്. നമ്മുടെ കുഞ്ഞുമക്കൾ, നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാവുന്ന പെൺമക്കൾ, ആ പെൺമക്കളെ കൊണ്ടുപോയി എല്ലാ പാട്ടുകളും, ഏത് കർണാടക സംഗീതം പോലും, പടച്ച റബ്ബേ, നമ്മുടെ വായിൽ പോലും വരാത്ത പല പല പാട്ടുകൾ പോലും ആ കുഞ്ഞുമക്കള് കാണാതെ ഈ ഉപ്പമാരും ഉമ്മമാരും ഈ മക്കളെ പഠിപ്പിച്ച് ഷിർക്കിന്റെ കുഫറിന്റെ കോട്ടയിലേക്ക് ഇവർക്ക് ലൈസൻസ് കൊടുത്തു വിടുകയല്ലേ? ഈ വാപ്പാക്ക് അല്പമെങ്കിലും ഒരു ഖേദമുണ്ടോ? എന്റെ റസൂലുള്ള നാളെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലഅൻളുറു ഇലാ ഹൗലി. വഫാത്തിനോടടുത്ത ഈ പ്രസംഗത്തിൽ റസൂലുള്ള പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഞാൻ എൻ്റെ ഹൗല് കാണുകയാണ്. റസൂലുള്ള പറഞ്ഞു നോക്കാണ്, വല്ലാഹി ലഅൻളുറു ഇലാ ഹൗലി. പള്ളിയിൽ ഒളിവെടുക്കുന്ന ഹൗലല്ല ഇത്. എൻ്റെ ഹൗലിലേക്ക് വരുന്നവർക്ക് ഞാൻ വെള്ളം കോരി കൊടുക്കും. ഞാൻ അവർക്ക് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം മുസ്ലിമാണെന്നും പറഞ്ഞു ഓടി വരും. സുമ്മ യുഹാലു ബൈനി വ ബൈനഹും, അവർക്കിടയിൽ ഒരു തിരശീല വീഴും, അവരെ മറയ്ക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അവർ എൻ്റെ സമുദായമാണ്. അന മിൻഹും,
ഞാൻ അവരുടെ നേതാവാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ഉടനെ മലക്കൾ വന്നിട്ട് പറയുമില്ല, അവരും മുസ്ലിമിന്റെ പേരും വെച്ചുകൊണ്ട് ഇസ്ലാമിക ആശയ ആദർശങ്ങളെ വിറ്റ് പണമാക്കി ദുനിയാവിൽ ജീവിച്ച നെറികെട്ട വൃത്തികെട്ട വർഗമായിരുന്നു നബിയെ. അതുകൊണ്ട് അങ്ങയുടെ മുബാറക്കായ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ അവർക്ക് അവകാശമില്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുഹഖൻ 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 ലിമൻ ഗയ്യറ ബഅദി. 3 പ്രാവശ്യം പറഞ്ഞു. നാശിച്ചു പോട്ടെ, തകർന്നു പോട്ടെ, നാശമായി പോട്ടെ, ശാപമടയട്ടെ. എനിക്ക് ശേഷം എന്റെ ദീനിനെ മലീമസമാക്കി കളഞ്ഞവരാണ്, മലിനമാക്കിയവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞ ഓരോരോ വാക്കുകളെയും പ്രവർത്തികളെയും നിങ്ങൾ പുറംകാല് കൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞവരാണ്. എന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. റസൂലുള്ളാഹി തങ്ങൾ മെമ്പറിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, വല്ലാഹി ലഅൻളുറു ഹൗലി, എന്റെ ഹൗൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. അന്ന് റസൂലുള്ളാഹി നേരിട്ട് കാണുകയാണ്. സമയമായി, ഹൗലിന്റെ താക്കോൽ റസൂലുള്ളാഹിയുടെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. അതിന്റെ ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കാൻ പോവാണ്. ഫ്രീ ആയിട്ട് ഓടിപ്പോയി ചാപ്പാട് വിളമ്പുമ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് ചുമ്മാ ഫ്രീ ആയിട്ട് ചാപ്പാട് വാങ്ങുന്ന പോലെ ഓടി അങ്ങ് പോകാമെന്നുള്ള ധാരണ ആർക്കും വേണ്ട, എനിക്കും വേണ്ട, അങ്ങക്കും നിങ്ങൾക്കും വേണ്ട. ആർക്കും കിട്ടും അല്ലാഹുക്കറിയാം. നമുക്ക് അല്ലാഹു നൽകട്ടെ. ദുആ മാത്രമേ ഉള്ളൂ, പ്രതീക്ഷ ഒന്നും വേണ്ട. ദുആ ആമീൻ. ദുആ ടാക്സ് ഇല്ല, GST ഇല്ല, SGST ഇല്ല, ഒന്നുമില്ല. ദുആരക്കും ആമീൻ പറയാം. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ പോയി. ആരുമില്ല അവിടെ വരാൻ, ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല ശഫാഅത്ത് ചെയ്യാൻ. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ആ തിര വീണു പോയാൽ ആ തിരശീലയുടെ അപ്പുറത്ത് നിന്ന് നമ്മൾ നിൽക്കപ്പെടേണ്ടി വന്നാൽ ഔദു ബില്ലാഹ്, അല്ലാഹ് നീ കാക്കണേ റബ്ബേ, വല്ലാഹി സത്യം, പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളും ഇല്ല സുഹൃത്തെ. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? ആരെ പിടിക്കും? അപ്പോഴാണ് അറിയുന്നത്, പടച്ചവനെ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഈ മൊയ്ലിയന്മാരൊക്കെ കടന്ന് പ്രസംഗിച്ചപ്പോൾ നമ്മൾ അവരെ കളിയാക്കി കമന്റ് ഇട്ടിട്ട് ഇടങ്ങാറാക്കി. ഇപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം, എന്റെ ഹഖീഖത്ത് മനസ്സിലാവുന്നത്. അല്ലാഹ് എന്ന് അപ്പോൾ ചിന്തിക്കും. അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. യതദക്കറുൽ ഇൻസാൻ അന്നാ ലഹു ദിക്റ. യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ചിന്തിക്കും. പക്ഷെ ചോദ്യം, അന്നാ ലഹു ദിക്റ, ഇപ്പൊ ചിന്തിച്ചിരുന്നാടാ കാര്യം? ചോദ്യം അതാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ. നരകത്തിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് പോടാ അങ്ങോട്ടെന്ന് പറഞ്ഞു വിടുമ്പോ ആ നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ ഔദു ബില്ലാ, പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവൻ ചിന്തിക്കും, പടച്ചവനെ ഇത് വേണ്ടായിരുന്നല്ലോ അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ അല്പസമയം തന്നെ മടക്കിയിരുന്നെങ്കിൽ നബി തങ്ങളുടെ ഓരോ ചുവടുകളെയും ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാം. അന്നാല കുതിക്കറ. ഇപ്പൊ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മോനെ, പോ അങ്ങോട്ട് പോ. ഇപ്പൊ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ പ്രസംഗിക്കുന്നതെല്ലാം വെറുതെയാണ് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ടാണ് നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിക്കോളി. സാധാരണക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. നമുക്ക് വളരെ ഖേദമാണ്, വളരെ പ്രയാസമാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ഫിത്തനകൾ ഉണ്ടാകുമ്പോൾ ഈ ദുനിയാവിൽ ദീനിന്റെ നാടുകളിൽ, ദീനിന്റെ സ്ഥലങ്ങളിലെല്ലാം ഫിത്തനകളും ഫസാദുകളും കൊണ്ട് നിറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ യദൂബു ഖൽബുൽ മുഅ്മിനി കൽ മിൽഹി ഫിൽ മാ, അവർക്ക് ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവരുടെ കൽബ് ഉരുകി 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 ഉപ്പ് വെള്ളത്തിലിട്ടാൽ ഉരുകുന്നത് പോലെ അവരുടെ ഹൃദയങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുകയല്ലാതെ അവർക്ക് ഖമാ എന്നൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത ഒരു കാലം വരും. അത് ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും സഹാബ. ശരിയല്ലേ? ശരിയല്ലേ? പരിശുദ്ധമായ മക്ക മദീന നിൽക്കുന്ന മണ്ണുകളിലെല്ലാം നടക്കുന്നത് എന്താ? ഇപ്പൊ നഊദു ബില്ലാഹ്, കണ്ടാൽ കൽബ് പൊട്ടും, ഹൃദയം പൊട്ടിപ്പോകും, തകർന്നു പോകും. ഇസ്ലാമിക പാരമ്പര്യവും ഇസ്ലാമിക സംസ്കാരവും ഉണ്ടായിരുന്ന മണ്ണുകളിൽ അനിസ്ലാമികമായ സംസ്കാരങ്ങൾ കടന്നുകൂടുകയും നഊദു ബില്ലാഹ് പരിശുദ്ധമായ മദീന മുനവ്വറയിൽ നിൽക്കുമ്പോൾ മദീന പള്ളിയുടെ പരിസരത്ത് നിക്കറിട്ട് നസ്രാണി വർഗങ്ങൾ കയറി കയറുന്ന ഒരു രംഗം കാണുമ്പോ പറയാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആ കിടക്കുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, യദൂബു ഖൽബുൽ മുഅ്മിൻ, ആ മുഅ്മിന്റെ ഹൃദയം അലിയുകയാണ് വേദന കൊണ്ട്. സഹിക്കാൻ കഴിയുന്നില്ല ഇത് കാണാൻ. ഇത് കാണാൻ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത സ്ഥലം ഇങ്ങോട്ട് വരാൻ നിങ്ങൾ അങ്ങോട്ട് വരരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിലക്കിയിട്ട്
ആ പരിസരത്ത് ഔറത്ത് പോലും തുറന്നിടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ എത്രത്തോളം എന്ന് വെച്ചാൽ അറബികൾക്കിടയിൽ ബർമൂടയിട്ട് ഇമാമ് നിൽക്കുകയും അതിന്റെ പിന്നിൽ കമീസ് ധരിച്ച് നിൽക്കുന്ന അറബികളെയും കാണുമ്പോൾ എൻ്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഞാൻ കണ്ട സംഭവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അന്ന് കൽബ് പൊട്ടി മരിക്കുമായിരുന്നത് കണ്ടാല്. ഒരു ഇമാം എന്ന് പറയുമ്പോൾ ആ ഇമാമിന്റെ ക്വാളിറ്റികളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോ ഒരു ചർച്ചയല്ല. പാശ്ചാത്യന്മാരെ പോലെ എന്റെ സമുദായം അതപ്പതിക്കും എത്രത്തോളം? ഇഞ്ചോട് ഇഞ്ച് ചാണോടിച്ചാൻ എന്റെ സമുദായം പാശ്ചാത്യന്മാരെ പിൻപറ്റാതെ ലോകമസ്തമിക്കുള്ള സഹാബ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ ആ മണ്ണിൽ പോയാൽ നിങ്ങളുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാം. പാശ്ചാത്യന്മാരുടെ ബർമുട ഇട്ടിട്ട് പള്ളിയിൽ കയറി നമസ്കരിക്കുന്നു. മുട്ടിന് മുകളിൽ ആ ബർമുട പൊങ്ങി നിൽക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസിലേക്കാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്. നബിയേ, അങ്ങ് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമായി. പ്രതീക്ഷിച്ചോളി എപ്പോഴാ മോളി നിടിഞ്ഞു വീഴാൻ പോണെന്നുള്ളത്. നഊദുബില്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി. ശുരിബത്തുൽ ഖുമൂർ, മദ്യം വിളമ്പപ്പെടുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞെങ്കിൽ നഊദുബില്ലാഹ് പറയാം, നമ്മുടെ ഖൽബ് അനുവദിക്കുന്നില്ല, പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കഞ്ചാവിന്റെ അഡിക്റ്റായി നമ്മുടെ മക്കൾ മുഴുവനും കഞ്ചാവ് കച്ചവടത്തിന്റെ പിന്നാലെ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പല പേരിലും അത് അറിയപ്പെടും. ചോക്ലേറ്റ് മോഡലിൽ വരെ അത് എത്തുമെന്ന് ഒരു കാലഘട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിന്റെ അടുത്ത സമയത്തെല്ലാം പറഞ്ഞപ്പോ നമുക്കതെല്ലാം ഒരു പുച്ഛമായി തോന്നിയെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളെല്ലാം ആ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് അല്പമെങ്കിലും ബോധമുള്ളവന് മനസ്സിലാവൂലേ? വലിയ കാര്യം. ചിന്തിച്ചു നോക്കി. എല്ലാത്തിലും നമ്മുടെ കൗമാണ്, നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സംസ്കരിച്ചെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് നമ്മളെ സംസ്കരിക്കാനാണ്. സംസ്കാര ശൂന്യരായ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് റസൂലുള്ളാഹി തങ്ങളെ ഇറക്കി വിട്ടത്. ഇന്നി ബുഇസ്തു മകാരിമൽ അഖ്ലാഖ്, സദ്ഗുണ സമ്പന്നനായിട്ട് എന്നെ എൻ്റെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചെങ്കിൽ എന്താണ് സംസ്കാരമെന്നും സ്വഭാവമെന്നും പഠിപ്പിക്കാനും ഞാൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഞാനത് പ്രവർത്തിച്ച് കാണിച്ച് തരിക കൂടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. പക്ഷെ നമ്മളെല്ലാം ഇന്ന് അതിന് വിപരീതമായിട്ടല്ലേ ഈ ഉമ്മത്ത് ചെയ്യുന്നത് മൊത്തം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കൊടും ഇരുട്ടുപോലെ വലിയ വലിയ പരീക്ഷണങ്ങളെ നേരിടാൻ എൻ്റെ സ്വഹാബത്തെ നിങ്ങൾ തയ്യാറായിരുന്നു കൊള്ളുക. വലിയ പരീക്ഷണങ്ങൾ എനിക്ക് ശേഷം വരാൻ പോവുകയാണ്. വലിയ ഒരു പ്രഭാഷണം ആ മയ്യത്തുകളെ സാക്ഷ്യപ്പെടുത്തി, ആ മഖ്ബറകളിൽ കിടക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തി, ജീവിച്ചിരിക്കുന്ന അടുത്ത് നിൽക്കുന്ന സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബശറഹും, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു. ആ വഫാത്തായി കിടക്കുന്നവർക്ക് ഖായിലൻ പറഞ്ഞു, ഇന്നാ ബിക്കും ലലാഹിഖൂൻ, ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തെത്തും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഉടനെ വരും ഞാൻ കേട്ടോ. അങ്ങോട്ട് പറയാൻ നമ്മുടെ വാപ്പാടെ ഉമ്മാടെ ഖബറിന്റെ അരികിലേക്ക് പോയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഖബർ വൃത്തിയാക്കിയിട്ടിട്ട് കാര്യമില്ല. വാപ്പാ അസ്സലാമു അലൈക യാ ബി, ഇൻഷാ അല്ലാഹു അന്നീ ബിക്കും ലാഹിഖൂൻ, ഞാൻ വാപ്പാടെ കൂടെ ഉടനെ വരും. ഇത് നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചുലക്കാൻ പഠിപ്പിച്ചരികയാണ്. മയ്യത്തിന് കുഴിയെടുത്ത് കൊണ്ടുപോയി ഖബറടക്കി ഇതല്ല. നാളെ ആ ഖബറിന്റെ അരികിൽ പോയിരുന്നിട്ട്, അല്ലെങ്കിൽ ആ ഖബർസ്ഥാൻ കാണുമ്പോൾ, ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴും കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും പള്ളിയുടെ ഖബർസ്ഥാൻ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അല്ലാഹു നിങ്ങൾക്ക് ശാന്തി സമാധാനം തരട്ടെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ഉടൻ നിങ്ങളോടൊപ്പം എത്തും. ഇന്ന് ഞാൻ നാളെ നീ, ക്രിസ്ത്യാനികളുടെ സന്തൂക്കിൽ എഴുതി വെച്ചിട്ടില്ലേ എന്ന പോലെ, ഇന്ന് ഞാൻ നാളെ നീ. ഇത് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിനോടടുത്ത് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ മഖ്ബറയുടെ മുന്നിൽ പോയി നിന്ന് സഹാബാക്കൾക്ക് സലാം ചൊല്ലുമ്പോൾ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നടത്തിയിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വബശറഹും എന്നാ പറഞ്ഞത്, അവർക്ക് സന്തോഷ വാർത്ത. ആർക്ക്? റസൂലുള്ളാഹിക്ക് മുമ്പ് പോയവർക്ക് ഞങ്ങളുടെ നബി ഞങ്ങളിലേക്ക് വരെ സന്തോഷ വാർത്ത. റസൂലുള്ളാഹി ഞങ്ങൾ വഫാത്താകുന്ന സമയത്ത് മോള് ഫാത്തിമ കരഞ്ഞപ്പോ, ഭയങ്കരമായ നിലയിൽ കരഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വിളിച്ചു, മോളെ വാ, നീ എന്തിനാ കരയുന്നത്? ചെവിയിൽ ഒരു കിന്നാരം പറഞ്ഞു കൊടുത്തു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സിർ, ആ രഹസ്യം കേട്ടപ്പോ പൊന്നുമോള് ഫാത്തിമ, കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ പെട്ടെന്ന് ചിരിച്ചു.
ആയിഷ റളിയല്ലാഹു തആല നബീന റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ചോദിച്ചു, അല്ല ഫാത്തിമ, നീ കരഞ്ഞ് കരഞ്ഞ് നിറ കണ്ണുകളോടുകൂടി നിന്റെ ഉപ്പാന്റെ അരികിൽ ഇരുന്നപ്പോ നിന്നെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്തോ ഒരു കിന്നാരം പറഞ്ഞ് നീ പെട്ടെന്ന് ചിരിച്ചല്ലോ ആയിഷ. അത് എൻ്റെ ഒപ്പ പറഞ്ഞു, എനിക്ക് ശേഷം തൊട്ടടുത്ത് നീ തന്നെ വരുമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര വലിയ സന്തോഷ. ഒരാൾ മരിച്ചുപോയി, പാപ്പ മോൻ ഉടനെ വരികയാണ്. നമ്മൾ ധരിച്ചു അത്ത അമ്മ അക്ക മരിച്ച് തീർന്ന്, അതാ അവിടെ ഒന്നുമില്ല. കുഴിവെട്ട് ബഷീർ എല്ലാം പറക്കിയെടുക്കുമ്പോൾ എല്ലാം മുട്ടെടുത്ത് അവിടെ വെക്കുന്നതെന്നല്ലാതെ അവിടെ വാപ്പായും കാണാനില്ല, ഉമ്മായും കാണാനില്ല, കെട്ടിയോളെയും കാണാനില്ല, കെട്ടിയോനെയും കാണാനില്ല, അളിയനെയും കാണാനില്ല, മച്ചമ്പിയും കാണാനില്ല. കുറെ എല്ലാം എടുത്ത് ഇപ്പുറത്തെ വിടും, കുറച്ച് കഴിഞ്ഞ് അത് എടുത്ത് വിടും, അവിടെ പുതിയത് വെക്കും. 10 വർഷം കഴിയുമ്പോൾ അത് എടുത്ത് ഇങ്ങോട്ട് വെക്കും. അവിടെ ഒന്നും കാണാനില്ല. സ്വാഭാവികം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, മോളെ നീ കരയരുത്, എനിക്ക് ശേഷം ഉടനെ നീ തന്നെ വരും എന്നോടൊപ്പം, ഉപ്പയോടൊപ്പം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ നേരത്തെ പോകുന്ന ചിലപ്പോൾ ഉപ്പയായിരിക്കും, പിന്നീട് പോകുന്നത് മക്കളായിരിക്കും. അവർ സ്വാലിഹ്യങ്ങളാണ്, നല്ലവരാണെങ്കിൽ അവരുടെ റൂഹുകൾ തമ്മിൽ ഖബർ മുതൽ മഹ്ശർ വരെ അവർ സംഗമിക്കും. വഹും യതസാവറൂന ഫിൽ ഖുബൂർ, അവർ ഖബറുകളിൽ സംഗമിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വെറുതെയാ? റസൂൽ തങ്ങൾ പറഞ്ഞല്ലേ ഇതൊക്കെ. ആർക്കെങ്കിലും അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാതിരുന്ന ഈമാൻ നഷ്ടപ്പെടുന്ന മക്കല്ലേ. ഹൽ യതസാവറൂൻ. സഹാബാക്കൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അങ്ങനെയൊക്കെ നമ്മുടെ മരിച്ചുപോയ മുൻഗാമികളെ പിന്നീട് കാണാൻ പറ്റുമോ നബിയെ? അവരെ കണ്ടുമുട്ടാൻ പറ്റുമോ? സന്ധിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പം നഅം, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, വിശ്വാസമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ആദരവായ ഷഫിയ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? ഇപ്പൊ ഫിത്നകൾ ഉണ്ടാവും റസൂൽ പറഞ്ഞത് തുടങ്ങിക്കഴിഞ്ഞു. ഫിത്നകളൊക്കെ ഈ കാണുന്നതും ഈ NRCയും ഇത് SIR ഇതെല്ലാം ഫിത്നകളിൽ പെട്ടതാണ്. റസൂൽ തങ്ങളുടെ ഫിത്നയിൽ പെട്ടതാണ്. 4 ഫിത്നകളാണ് മെയിൻ ആയിട്ട് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിനാണ് സൂറത്തുൽ കഹ്ഫിലെ 4 സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്ന നബി തങ്ങൾ. ഒന്ന് ഫിത്നത്തുൽ ഈമാൻ, ഈമാന്റെ പ്രശ്നം, ഈമാന്റെ ഫിത്ന, സൂറത്തുൽ കഹ്ഫ്. അതിനാണ് ഓതാൻ പറഞ്ഞത്. കഹ്ഫ് എന്താന്ന് പോലും നമുക്കറിയില്ല. 2 ഫിത്നത്തുൽ മാൽ, സാമ്പത്തികമായ പ്രശ്നം. 3 ഫിത്നത്തുൽ ഇൽമ്, ഇൽമ് അറിവ്. ഞാനാണ്, എന്നെക്കാളും വലിയ അറിവ് ആരടാ? ഞാൻ വലിയ ആലിമല്ലേ, എന്നോട് ചോദിക്കാൻ നീ എന്തിനു ചെയ്തത്? അതൊരു വലിയ ഫിത്ന. ആ ഇൽമ്, അതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. 2 ഫിത്നത്തുൽ മുൽക്ക്, അധികാരം. ഈ 4 എണ്ണത്തെ കുറിച്ച് വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കും, മനസ്സിലാക്കി, ചിന്തിക്കും. വേറൊന്നും പറയാൻ, ആരെയും ദേഷ്യപ്പെടുത്താനോ കുറ്റം പറയുമൊന്നുമല്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ. റസൂൽ തങ്ങളുടെ വഫാത്ത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ട് മയ്യത്ത് മരിപ്പിച്ച് മയ്യത്തടക്കാലല്ല ജോലി. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് മുമ്പ് നടന്ന സംഭവങ്ങൾ. പ്രസംഗം ഇവിടെ തീർന്നു റസൂലുള്ളാഹിന്റെ. ഇനി ബിദായത്തുൽ മർള്, രോഗത്തിന്റെ തുടക്കം. അടുത്ത റസൂലുള്ളാഹി തങ്ങൾക്ക് ഇനി അടുത്ത രോഗം തുടങ്ങാൻ പോവുകയാണ്. വഫാത്തിന് മുമ്പുള്ള സംഭവമാണ്. ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, തീരൂല. പെട്ടെന്ന് 1-2 ആഴ്ച കൊണ്ട് തീർത്തിട്ട് അടുത്ത വിഷയത്തിലേക്ക് കയറണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ജുമാക്ക് ശേഷം ഖബറടക്കം ചെയ്യുന്ന അഹമ്മദ് കണ്ണ് സാഹിബിനെ ദുആ ചെയ്യാൻ അള്ളാഹു ആ മയ്യത്തിന് പരിപൂർണമായി മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ